ഇന്ന് ഓഗസ്റ്റ് 1 എന്ന ദിവസം രാത്രി വൈകിയ വേളയിൽ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും എത്തിയിരിക്കുന്നത്. കലാഭവൻ നവാസ് എന്ന മികച്ച ഹാസ്യ നടനെ നോക്കി നിസ്സംശയം വിളിക്കാവുന്ന നടൻ അന്തരിച്ചിരിക്കുകയാണ്. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. റൂം ബോയ് ആണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ മുഴുവൻ ഷെഡ്യൂൾ പാക്കപ്പ് ചെയ്തതിനു ശേഷം നവാസ് ഹോട്ടൽ മുറിയിലെത്തി തിരികെ വീട്ടിലേക്ക് മടങ്ങാനായിട്ടിരിക്കുകയാണ്. അന്ത്യം എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മരണകാരണം ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ വ്യക്തമല്ല. ഹൃദയാഘാതമാണ് എന്നൊരു സംശയമാണ് നമ്മുടെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. കലാഭവൻ നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിൽ 90കളിൽ മുതൽ തന്നെ കോമഡി രംഗങ്ങളെല്ലാം തന്നെ ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള നടനാണ്. സിനിമയിൽ മാത്രമല്ല ചാനൽ ടെലിവിഷൻ പരിപാടികളിലും മിമിക്രി വേദികളിലെല്ലാം തന്നെ ഒരുപാട് കയ്യടികൾ വാങ്ങിയിട്ടുള്ള നടനാണ് കലാഭവൻ നവാസ് എന്ന അദ്ദേഹത്തിന്റെ ഷോകൾ കണ്ട എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. വരുന്ന ഓണക്കാലത്തും അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഒരു ചാനലിൽ വരാനായിട്ട് ഇരിക്കേണ്ടിരുന്നതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത കാലത്ത് തിയേറ്ററുകളിലും OTT-യിലും റിലീസായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലെ അഭിനയത്തിനും അദ്ദേഹം പ്രശംസ നേടിയെടുക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഇനിയും ഒരുപാട് ക്യാരക്ടർ റോൾസ് എല്ലാം തന്നെ അദ്ദേഹം ചെയ്യാനിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം നാം ഇപ്പോൾ കേട്ടിരിക്കുന്നത്. ടിക്കി ടാക്ക എന്ന വരാനിരിക്കുന്ന ആസിഫ് അലി സിനിമയിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട്സ്. അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടായത്. ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ രംഗങ്ങൾ പൂർത്തീകരിച്ചിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കലാഭവൻ നവാസിന് നമ്മുടെ ചാനലിന്റെ പ്രണാമം അർപ്പിക്കുകയാണ്.